ഹലോ, വെൽക്കം ടു രമ്യാസ് ഫാമിലി വ്ളോഗ്. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്റെ കുറെ നാളത്തെ ഒരു ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ്. 2-3 വർഷമായിട്ട് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമാണ് ക്രിസ്മസിന് അല്ലെങ്കിൽ ഈസ്റ്ററിന് വൈൻ ഉണ്ടാക്കണം എന്നുള്ളത്. എന്റെ കുറെ നാളത്തെ ആഗ്രഹമാണ് കേട്ടോ. അപ്പം 2-3 വർഷമായിട്ട് വിചാരിക്കുന്നുണ്ടെങ്കിലും അത് നടത്താൻ പറ്റിയിട്ടില്ല നമുക്ക്. അപ്പോൾ ഈ വർഷം എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാന്നുള്ള രീതിയിലാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് വൈൻ ഇടുന്നത്. ഇതിലെന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാം. കാരണം ഇത് 21 ഡേയ്സ് കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. 21 ഡേയ്സ് അല്ല, കറക്റ്റ് പറഞ്ഞാൽ 35 ഡേയ്സ് എടുക്കുന്നുണ്ട് നമ്മൾ ടോട്ടല്. അപ്പോൾ 21 + 14 ആണ് വരുന്നത്. അപ്പോൾ 35 ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മളിത് ടേസ്റ്റ് ചെയ്യുന്നതും ബോട്ടിലോട്ട് ആക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും അന്ന് എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. സ്ഥിരം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ടിപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇടുക, ജസ്റ്റ് കമന്റ് ഇടുക. അപ്പം ഞാൻ നെക്സ്റ്റ് ടൈം കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഇതിനെക്കാളും. ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ സ്ഥിരം ചെയ്യുന്നവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. വൈൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല ബ്ലാക്ക് കളറിലുള്ള ഗ്രേപ്സ് ആണ്. ആ ഗ്രേപ്സ് നന്നായിട്ട് പൊടിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന ഗ്രേപ്സ് ആണ്. ഞാൻ കാണിക്കുന്ന ഈ കളർ കണ്ടോ, ഇതിനേക്കാൾ ചെറിയ കളറുള്ളത് എടുക്കരുത്. നല്ല ബ്ലാക്ക് കളർ എടുത്താൽ അത്രയും നന്നായിരിക്കും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ബ്ലാക്ക് ഗ്രേപ്സ് ആണ്. അതുപോലെ തന്നെ ഇത് നന്നായിട്ട് വൃത്തിയാക്കി പൊടിയൊക്കെ കളഞ്ഞൊരു 4-5 വെള്ളം നമ്മൾ കഴുകിയെടുക്കുന്നത് നന്നായിരിക്കും. അതിനുശേഷം വൃത്തിയുള്ള ഒരു പാത്രം നേരത്തെ കഴുകി ഉണക്കി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത പാത്രമാണ്. ആ പാത്രത്തിലോട്ടാണ് നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിന്റെ മിക്സ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ പാത്രത്തിലാണ്. അപ്പോൾ ഞാൻ ഗ്രേപ്സ് എല്ലാം അതിലോട്ട് തട്ടുകയാണ്. ഇനി ഈ ഗ്രേപ്സ് എല്ലാം നന്നായിട്ട് മാഷ് ചെയ്യണം. കൈ നന്നായിട്ട് കഴുകിയിട്ട് വന്നിട്ടുണ്ട് ഞാൻ. അപ്പം കൈ കൊണ്ടാണ് ഞാൻ മാഷ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ പൾപ്പും കാര്യങ്ങളും എല്ലാം പുറത്ത് വരുന്നത് വരെ നന്നായിട്ട് മാഷ് ചെയ്ത് കൊടുക്കണം. ഇത് സ്ലോലി നമ്മൾ ചെയ്താൽ മതിയാവും. ഭയങ്കര ധൃതി പിടിച്ച് ചെയ്യണമെന്നില്ല. കാരണം ഗ്രേപ്സ് എല്ലാം പൊട്ടി അതിന്റെ പൾപ്പ് ഇങ്ങനെ പുറത്തോട്ട് വരണം. അതാണ് കറക്റ്റ് പരുവെന്ന് പറയുന്നത്. അപ്പോൾ ആ സമയം വരെ നമ്മൾ നന്നായിട്ട് മാഷ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നല്ല മാഷ് ആയിട്ടുണ്ട്. അതിന്റെ പൾപ്പും കാര്യങ്ങളും എല്ലാം പുറത്തു വന്നിട്ടുണ്ട്. ഒരെണ്ണം പോലും അതിനകത്ത് പൊട്ടാതെ കിടപ്പില്ല. എല്ലാം നന്നായിട്ട് പൊട്ടി ആ കളറും കാര്യങ്ങളും എല്ലാം അതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ആദ്യം ഇടുന്നത്. പഞ്ചസാരയുടെ കണക്കെന്ന് പറയുന്നത് 1 കിലോ ഗ്രേപ്സിന് 1.25 കിലോ പഞ്ചസാര എന്നുള്ളതാണ് അതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത്. അപ്പം പഞ്ചസാര ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മാക്സിമം ഈ മിക്സിങ്ങിൽ തന്നെ ആ പഞ്ചസാര അലിയണം. ആ രീതിയിലായിരിക്കണം നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ചേർക്കാം. വെള്ളത്തിനും അളവുണ്ട്. 1 കിലോ ഗ്രേപ്സിന് നമ്മൾ എടുക്കുന്നത് 250 ml 9 ഗ്ലാസ് വെള്ളമാണ്. അത് ഓൾറെഡി തിളപ്പിച്ച് തണുപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളമായിരിക്കണം. അതും ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഒരു ചെറിയ തെറ്റ് പോലും നമുക്ക് വരരുത്. വെള്ളമായാലും എടുക്കുന്ന പാത്രമായാലും സ്പൂണായാലും എന്തായാലും അതെല്ലാം നല്ല വൃത്തിയോടെ ഉണക്കി എടുത്തതായിരിക്കണം. നന്നായിട്ട് കഴുകി ഉണക്കിയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ നേരത്തെ ഒരു 1/4 കിലോ പഞ്ചസാര മാത്രമേ തട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി പഞ്ചസാരയോടെ തട്ടി നമ്മൾ മിക്സ് ചെയ്യുവാണ്. ഇടയ്ക്ക് കുറച്ചായിട്ട് നമുക്ക് വെള്ളവും ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഫുൾ വെള്ളം ചേർത്തെടുക്കണം. അപ്പം നമുക്ക് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കാം.
ഇതിപ്പോൾ അത്യാവശ്യം നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി എടുക്കുന്നത് ഒരു മുട്ടയുടെ വെള്ളയാണ്. നമ്മൾ നേരത്തെ തന്നെ അതിൻ്റെ യെല്ലോ ഒക്കെ മാറ്റി വെച്ചിരുന്നതാണ്. അത് അതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഗോതമ്പാണ്. ഗോതമ്പും ഓൾറെഡി ഞാൻ കഴുകി ഉണക്കി എടുത്ത ഗോതമ്പാണ്. എൻ്റെ കയ്യിൽ ഒരു പിടി എത്രയാണോ വന്നത് അത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു പിടി ഗോതമ്പാണ് അതിൻ്റെ കണക്കെന്ന് പറയുന്നത്. അതിൽ കൂടുതൽ വേണമെങ്കിലും ഇടാം, ഒത്തിരി കൂടി പോകാതിരുന്നാൽ മതി. അപ്പം ആ ഗോതമ്പ് കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. മുഴുവനായിട്ടുള്ള ഗോതമ്പാണ് കേട്ടോ. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഗോതമ്പും നേരത്തെ ഞാൻ വെയിലത്ത് വെച്ചാണ് ഉണക്കിയെടുത്തത്. നിങ്ങൾക്കും അങ്ങനെ തന്നെ എടുക്കാം. പിന്നെ ഈസ്റ്റാണ്, ചെറിയ തരിയുള്ള ഈസ്റ്റാണ്. കടയിൽ പോയി മേടിച്ചാൽ വലുതും കിട്ടും. വലുതാണെങ്കിൽ ഒരു 1/4 സ്പൂണൊക്കെ ചേർത്താൽ മതിയാവും. ചെറുതായതുകൊണ്ട് ഒരു 1/2 സ്പൂൺ ആണ് ഞാൻ ചേർക്കുന്നത്. ചെറിയ തരിയുള്ള ഈസ്റ്റാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഗോതമ്പും ഈസ്റ്റും മുട്ടയുടെ വെള്ളയും എല്ലാം ആ ഗ്രേപ്സിന്റെ ആ ഒരു മിശ്രിതമായിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ആയി വരണം. അപ്പൊ നമുക്ക് അത് കുറച്ച് നേരം നമുക്ക് ചെയ്താൽ മതി. നമ്മൾ കുറേ നേരമായിട്ട് ഇതിനെ മാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് നേരത്തെ ഇനി വെയിറ്റിംഗ് ഒന്നും വേണ്ട. കുറച്ചു നേരം നമ്മൾ ചെയ്യുക. ബാക്കി വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ മിക്സിംഗ് സ്റ്റേജിന്റെ അവസാനത്തെ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഭരണി. ഭരണിയും നേരത്തെ തന്നെ ചൂടുവെള്ളത്തിൽ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി വെച്ചിരിക്കുകയാണ് ഞാൻ. അപ്പോൾ നമ്മൾ ഈ മിശ്രിതം ആ ഭരണിയിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഭരണി ക്ലോസ് ചെയ്താൽ മാത്രം മതി സേഫായിട്ട്. അപ്പോൾ നമ്മൾ അതിലോട്ട് സേഫായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ശരിക്കും തന്നെ കാണുമ്പോൾ ഭരണി നിറഞ്ഞതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും ഭരണി അത്യാവശ്യം ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. അത്രയും നിറഞ്ഞിട്ടില്ല, കുറച്ച് ഗ്യാപ്പ് ഞാൻ വിട്ടിട്ടുണ്ട്. കാരണം ഇത് പൊങ്ങാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ ഒരു 1/4 ഭാഗം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. എനിക്കൊരു 1/4 കഴിഞ്ഞാൽ അല്പം കൂടെ വന്നിട്ടുണ്ട്. എന്നാൽ പോലും നമ്മൾ ഫില്ല് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ഞാനൊരു സ്പൂൺ എടുത്തിട്ടുണ്ട്. ഈ സ്പൂണും ഞാൻ പറഞ്ഞല്ലോ വേറെ ഒരു കാര്യത്തിന് യൂസ് ചെയ്യുന്നതല്ല. നന്നായിട്ട് ചൂടുവെള്ളത്തിൽ കഴുകി ഉണക്കിയെടുത്ത സ്പൂണാണ്. അത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഫ്രഷ് വെള്ളത്തുണി എന്ന് പറയുമ്പോൾ നമുക്ക് മുണ്ടിന്റെ ആ ഒരു പീസായാലും മതിയാവും. അത് ഞാൻ ഓൾറെഡി ഇത് കഴുകി ഉണക്കി വെയിലത്തിട്ട് ഉണക്കി വെച്ചിരുന്നതാണ്. അപ്പം അതിട്ട് ഒന്ന് ക്ലോസ് ചെയ്യാണ് നമ്മള്. അപ്പൊ നമ്മളിത് കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് 21 ദിവസം നമ്മളിത് ഡെയിലി ഒരേ സമയത്ത് ഒന്ന് ജസ്റ്റ് നമ്മൾ നേരത്തെ ഇളക്കിയ ആ സ്പൂൺ കൊണ്ടോ വുഡിൻ്റെ അത് യൂസ് ചെയ്താൽ അത്രയും നല്ലത്. അപ്പം അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി 21 ദിവസം ഇളക്കി വെക്കണം. അത് കഴിഞ്ഞ് 21ാമത്തെ ദിവസമായിരിക്കും നമ്മൾ ഇത് നല്ലോണം എയർ ടൈറ്റ് ചെയ്ത് ഒരിടത്ത് അനങ്ങാത്ത രീതിയിൽ നമ്മൾ വെക്കുന്നത്. അങ്ങനെ ഒരു 14 ദിവസം ഇരിക്കണം. പിന്നെ 35ാമത്തെ ദിവസം നമ്മളിത് ഓപ്പൺ ചെയ്ത് വൈനെടുക്കും. ഇതാണ് ഇതിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ 21 ഡേയ്സ് കഴിഞ്ഞിട്ട് നമ്മളിത് തുറക്കുന്നത് കാണിക്കത്തുള്ളൂ. അപ്പോൾ ഇന്ന് 21ാമത്തെ ദിവസം. ഇത്രയും ദിവസം നമ്മുടെ അടുക്കളയുടെ ഈ ഭാഗത്തായിരുന്നു ഇതിന്റെ ഇരിപ്പ്. അപ്പോൾ ഡെയിലി നമ്മൾ 21 ദിവസമായിട്ട് ഒരേ സമയത്ത് ഇളക്കുന്നുണ്ടായിരുന്നു. ഇതെന്ന് പറയുന്നത് ഞാൻ ലൈറ്റ് ഓൺ ചെയ്യാവേ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ തുറക്കുമ്പോൾ ഇരിക്കുക. നമ്മൾ പിന്നെ എല്ലാ ദിവസവും ഇളക്കി വെക്കുന്നുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഇളക്കൽ നിർത്തുവാണ്. ഇന്ന് മുതൽ പിന്നെ ഈ വൈൻ അനക്കുന്നില്ല. ഒരു 14 ദിവസത്തിന് ശേഷം പിന്നെ ഇത് നമ്മൾ അരിച്ച് ഇതിൽ നിന്ന് വൈൻ എടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഇന്ന് ലാസ്റ്റായിട്ട് നമ്മളിതൊന്ന് ഇളക്കി നല്ല എയർ ടൈറ്റ് ചെയ്ത് കെട്ടി വയ്ക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ വൈൻ എടുക്കുന്ന ദിവസമായിരിക്കും
ഇത് നമ്മൾ എടുക്കുക. ഇനി ഇതിന്റെ സ്ഥാനം ഇവിടെ ആയിരിക്കത്തില്ല, മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ ഈ അത്യാവശ്യം ഇരുട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മളൊന്ന് മാറ്റുകയാണ് ഇവനെ. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ 40 days അങ്ങനെ വീണ്ടും 14 ദിവസത്തിന് ശേഷം നമ്മൾ ഇവനെ പുറത്തെടുത്തു. ഇപ്പൊ ടോട്ടൽ 35 ദിവസമായി നമ്മളിത് ഇട്ട് വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യാനുള്ള ധൃതിയിലായിരുന്നു, കാരണം എനിക്ക് നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട് എന്തായിരിക്കും സംഭവിക്കുക എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കിച്ചൺ ടോപ്പിന്റെ അടിയിലായിട്ടായിരുന്നു നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് ഇവനെ. അങ്ങനെ ഞാൻ ഓപ്പൺ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ തെളിഞ്ഞ നിപ്പുണ്ടായിരുന്നു നന്നായിട്ട്. അപ്പോൾ നമ്മളത് ഒരു തവി വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അതിനുശേഷമാണ് ഇതിനെ അരിക്കുന്നത്. നല്ലവണ്ണം മിക്സ് ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ ചെറിയ പൊടികളും കാര്യങ്ങളും ആണെന്ന് തോന്നുന്നു, ജസ്റ്റ് ഒന്ന് കലങ്ങി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളത് തെളിയിക്കാനായിട്ട് ഒരു അരിപ്പ എടുത്തിട്ട് അതിലോട്ട് ഫുൾ ഒഴിച്ചു. അത് കാരണം അതിൻ്റെ ബാക്കി വേസ്റ്റും കാര്യങ്ങളും നമുക്ക് മാറ്റണം. കുറച്ച് ലീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഒഴിച്ച സമയത്ത്. അപ്പോൾ അതിൻ്റെ തൊലി മാത്രമാണ് ഉണ്ടായിരുന്നത്, പൾപ്പോ കാര്യങ്ങളോ ഒന്നും അതിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ല. എല്ലാം അതിൽ നല്ല മിക്സ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ ഗോതമ്പിൻ്റെ തരികളും പിന്നെ അതിൻ്റെ കുരുവും അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മാത്രമാണ് വേസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ തൊലിയാണ് കൂടുതലും വന്നിട്ടുള്ളത്. നമ്മൾ ഇനി പഴകും തോറും ഇതിൻ്റെ വീര്യം കൂടുമെന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ മൊത്തത്തിൽ ആദ്യം ഒന്ന് അരിച്ചെടുത്തു, ഒരു വലിയ അരിപ്പയിൽ ഒഴിച്ചിട്ട് അതിൻ്റെ തൊലി മാത്രം അത് നന്നായിട്ട് പിഴിഞ്ഞ് തൊലി മാത്രമായിട്ട് മാറ്റി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് വേറൊരു വൈറ്റ് ക്ലോത്ത് വെച്ചിട്ട് അതിനെ ഒന്ന് വീണ്ടും അതിൻ്റെ തരികളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നല്ലോണം പിഴിഞ്ഞെടുത്തു. സംഭവം എന്ന് പറയുന്നത് നല്ല തെളിയിച്ചെടുത്താൽ മാത്രമേ നമുക്കത് കുടിക്കാനുള്ളൊരു എന്താ പറയുക, കാണുമ്പോൾ തന്നെ നമുക്ക് കുടിക്കാൻ തോന്നുന്നു പറയത്തില്ലേ, അങ്ങനെ. അപ്പോൾ ഇതിൽ കുറച്ച് തരികളും വേസ്റ്റും കാര്യങ്ങളും നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ചെറിയൊരു പൊടി പോലെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളത് രണ്ടാമത് വീണ്ടും അരിച്ചിട്ട് ബാക്കി വന്നത് നമ്മുടെ ആവശ്യത്തിന് മാത്രമേ എടുത്തുള്ളൂ. ബാക്കി വന്നത് ആ ഭരണിയിലോട്ട് തന്നെ തിരിച്ചൊഴിച്ചിട്ട് ഒരു ക്ലോത്ത് വെച്ചിട്ട് അത് ക്ലോസ് ചെയ്ത് പഴയതുപോലെ നമ്മൾ കൊണ്ടുവച്ചു. നമ്മൾ ഈസ്റ്റ് കഴിഞ്ഞിട്ട് എടുക്കാന്നുള്ളതായിരുന്നു. അപ്പം നമ്മൾ എടുത്തത് നല്ല ക്ലീൻ ചെയ്തെടുത്തതിന് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. പപ്പയും അമ്മയും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, അതുപോലെ ഹെയ്ലു ബേബിയും. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ബോട്ടിലാക്കിയ വൈൻ എന്ന് പറയുന്നത്. ഇത് ഈസ്റ്റിന് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഇത് ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പപ്പേനെ വിളിച്ചിട്ടുണ്ട്. പപ്പ എക്സ്പ്രഷനൊക്കെ ഇട്ട് എന്താണ്, ഞാനത് വാറ്റ് കൊടുത്ത പുളിയാണ് പപ്പ എക്സ്പ്രഷൻ ഇട്ട് തള്ളിയത്. അപ്പോൾ വൈൻ അടിപൊളിയായിരുന്നു, ഞങ്ങൾ എല്ലാവരും കുടിച്ചു. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. ബൈ.